ഒരാൾക്കെതിരെയൊന്നുമല്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ എൻ്റെ സ്പേസുകളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മേഘയ്ക്കെതിരെയോ അല്ലെ രാഹുൽ ഈശ്വറിനെതിരെയോ നാളെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്, പക്ഷെ വിധേയത്വം. ബഹുമാനവും വിധേയത്വം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എത്ര വലിയവനാണെങ്കിലും ഞാൻ നിന്നെ തുല്യമായിട്ടാണ് കാണുന്നത്. പുള്ളി പറയുന്നത് പുള്ളി സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കും, ഇമീഡിയറ്റ് സൊല്യൂഷൻ പുള്ളി ഉണ്ടാക്കാൻ നോക്കും. കൺക്ലൂഷനിലേക്കും സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. അതും എന്റെ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ. ശരിയാണ്, ഞാൻ പഠിച്ചിട്ടാ വന്നേക്കുന്നത്. എൻ്റെ ഫുള്ള് ഡേറ്റ ഉണ്ട്, പരിപാടികൾ മൊത്തം. ഈ ഡേറ്റ നിങ്ങൾ എങ്ങനെ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ഡേറ്റ ഒക്കെ ഉണ്ട്. അല്ല, പലരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഈ സോഷ്യൽ അനലിസ്റ്റ്, ഇത് എവിടെയാണ് സോഷ്യൽ അനലിസ്റ്റ്, ആരാണ് ഇവള്, എവിടുന്ന് വന്നാണെന്നൊക്കെ. ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ ഇതേ സ്പേസിൽ തന്നെ ഉള്ള ഒരാളാണ്. അവർ വിളിച്ചു പറയുവാണ് എനിക്ക് അച്ഛനില്ലാന്ന്. അപ്പൊ എത്ര വീഡിയോകളിലാണ് ഈ ആൾക്കാർ വന്നിട്ട് തന്തയില്ലാത്തോളെ മോഹൻലാലിന്റെ വീഡിയോ കാണിച്ചിട്ട് കണ്ടോ, തന്തേ നിന്റെ തന്തയല്ല എൻ്റെ തന്ത. എന്തൊരു അധപ്പതനമാണ്. ഞാൻ ചോദിക്കുന്ന ഈ അനാഥ പിള്ളേർ, അനാഥ കുട്ടികൾ, എത്ര ലക്ഷക്കണക്കിന് പേരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവരൊക്കെ അച്ഛനും അമ്മയും ഇല്ലാത്തവരെ, ഇവർക്കെതിരെയൊക്കെ ഇവർ ഈ വീഡിയോ ഇടും. ഇവർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ക്രൂരതയാണ്. അച്ഛനില്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ പിഴച്ചുപെട്ട ഒരു സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു 10,000 കണക്കിന് ഇതേ മൈൻഡ് സെറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, ചില പെണ്ണുങ്ങളൊക്കെ നോക്ക് രാഹുൽ ഈശ്വർ, ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിക്കും ഇതിനൊക്കെ എന്ത് പറ്റി, എങ്ങോട്ടാണ് ദൈവമേ ഈ കാലം പോകുന്നത്? ഒരിടത്ത് പോകാം. നിലപാടറിയിക്കുന്ന പെൺകുട്ടികൾക്ക്, നിലപാട് പറയുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം ക്രൂശിക്കലുകൾ നേരിടേണ്ടി വരാറുണ്ട്. പിന്നെ ഇവർ മനഃപൂർവ്വം കുറച്ച് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കും, മനസ്സിലായി ഇംപ്ലിമെന്റ് ചെയ്ത്. അപ്പൊ കുറെ മറ്റേ യോയോ ലൈക്ക് ന്യൂ ജെൻ ഗേൾസ് വന്നിട്ട് രാഹുൽ ഈശ്വറിന്റെ വീഡിയോ എടുത്തിട്ട് ഓ മൈ ഗോഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. അപ്പൊ ഓ മൈ ഗോഡ് രാഹുൽ ഈശ്വർ ഇവിടെയും ആക്ച്വലി നമുക്കറിയാം എങ്ങനെയാ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ടുകളിൽ നമുക്ക് മെസ്സേജ് വരുന്നത്. ഞാൻ ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്തിരുന്നിട്ട് എന്ത് കാര്യം? ഇത്രയും ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യാനുള്ള എനർജി എനിക്കില്ല. ഞാനൊരു സാധാരണ സ്ത്രീ, എനിക്കൊരു കുഞ്ഞുണ്ട് 7 വയസ്സുള്ള. ആ മനുഷ്യൻ എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ അല്ല, അമ്മുനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്തൊരു മനുഷ്യൻ്റെ കൂടെയാണ്. അയാൾക്ക് എനിക്കെന്ത് ബഹുമാനമാണെന്ന് അറിയാം. കാരണം അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നുണ്ടല്ലോ. അയക്കൊരു പാർട്ട്ണറൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഫുള്ള് ഹാപ്പിയാണ്. ഓ മൈ ഗോഡ്, ഒരാളെ കല്യാണം കഴിപ്പിച്ചു വിട്ട സമാധാനം. ഇങ്ങനൊക്കെ ചിന്തിക്കേണ്ട അത്രയും വളർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും രീതിയിലാണ് നമ്മൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെയും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നുണ്ടായ സ്പേസുകളിൽ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ട്രോമേനെ നീ എങ്ങനെ എടുക്കുന്നു, നിന്റെ അബ്യൂസിനെ നീ എങ്ങനെ കാണുന്നു? ഇപ്പം എൻ്റെ കറന്റ് പാർട്ട്ണർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നീ അതിനെ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു രീതിയിലും അയാളോട് ദേഷ്യമില്ല. ബിക്കോസ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എൻ്റെ രീതിയിൽ ഇതാണ് ഞാൻ, നിങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതുമായ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജസ്റ്റേഴ്സ്, എൻ്റെ ആക്ഷൻസ്, എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് അവരെ കൂടെ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. എൻ്റെ മോസ്റ്റ്ലി എൻ്റെ പുച്ഛങ്ങളൊക്കെ എൻ്റെ അച്ഛൻ്റെ എക്സ്പ്രഷൻ. ഒരിക്കലും എനിക്കൊരു ട്രെൻഡ് ആയിട്ടുണ്ട് പുച്ഛം പണ്ടുള്ളത്. അത് ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ലൈറ്റ് മനുഷ്യനാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വൈബല ഞാൻ ചിരിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പക്ഷെ അങ്ങനെ ഈ അടുത്തിടയിൽ എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സ്പേസുകളിൽ ഇങ്ങനെ ഒരു അൺകംഫർട്ടബിൾ സ്പേസ് ഉണ്ടായപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരോട് എങ്ങനെ ഞാൻ അഡ്രസ്സ് ചെയ്യും? ഞാൻ മിണ്ടിയേയില്ല. ഒരാഴ്ച ഞാൻ മിണ്ടാണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. ഞാൻ വേറെ 2 പേരോട് ഇത് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇങ്ങനെ ഉണ്ടായിരുന്നു, വെള്ളം അടിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായോ? ഞാൻ പറഞ്ഞാ ആടാ ഉണ്ടായടാ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണോ പറഞ്ഞത്? എന്നാ സോറി കേട്ടോ, വെള്ളം അടിച്ച് ബോധമില്ലാതെ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും കാണിച്ചതായിരിക്കും. നിനക്കറിയാമല്ലോ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ നീ അങ്ങനെ എന്നോടൊന്നല്ല ആരോട് ആണെങ്കിലും നിന്റെ ഉള്ളിൽ ആ സാധനമൊക്കെ കിടപ്പുണ്ട്, നീ സൂക്ഷിച്ചാൽ ഞാനായതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നു, മര്യാദയ്ക്കൊക്കെ പൊക്കോ. ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ പിടിച്ച് പണ്ടൊക്കെ ചേർന്ന് കേട്ടോ, 1 പറഞ്ഞ 2 നീട്ടിയാണ്. എനിക്ക് ഒരു ക്ഷമയില്ല. അത് ആരുണ്ടെന്ന് എൻ്റെ അനിയനൊക്കെ എന്നെ തൂക്കിയെടുത്തൊക്കെ മാറ്റിയൊക്കെ ചേച്ചി ഇടിക്കും. ഇപ്രാവശ്യം ചർച്ചയ്ക്ക് പോയപ്പോൾ അവനോടൊന്ന് സമാധാനമായിട്ട് കണ്ണൂരിട്ടല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എനിക്കൊരു സ്ഥായി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഭയങ്കര ഗ്രൗണ്ടഡ് ആണ് ഇപ്പം. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നെ ഒരാൾ വന്ന് അടിച്ചാലും ഞാൻ തിരിച്ചടിക്കാനൊന്നും ഇപ്പോൾ പോകത്തില്ല. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ദയാലുവായതൊന്നുമല്ല. കാരണം ഇയാളൊക്കെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമായിരിക്കുന്നത്. പ്രതികരിക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമാധാനം. എന്ത് പ്രതികരണം? ഞാനിപ്പോൾ ഒരു പ്രതികരണം നടത്തിയതിൻ്റെയാണ് ഞാൻ ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം. സോ എനിക്ക് ഇത്രയും പ്രാവശ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു. എൻ്റെ കുട്ടി
അതിനെയും കൊണ്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. ഞാനാണ് അതിനെ പഠിപ്പിക്കുന്നത്, ഞാൻ അതിൻ്റെ കൂടെ ജീവിക്കുന്നത്. പലരും എന്നെക്കുറിച്ച് പല രീതിയിൽ ശ്രീലക്ഷ്മിയൊക്കെ കേട്ടതിൻ്റെ ഒക്കെ അപ്പുറത്തൊക്കെ ഞാൻ ഒരു സമയത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഏരിയ അതിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, കാഴ്ചയിലെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഇന്റർവ്യൂസിന് വരുമ്പോൾ സാരി കുറച്ച് മര്യാദയായിട്ട് വരും. ഏത് ചാനലാണ്, ന്യൂസ് ചാനലാണോ എന്റർടൈൻമെന്റ് ചാനൽ, ഓക്കെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ ഈ ഒരു സ്പേസ്, തിയേറ്റർ എന്ന് പറഞ്ഞ സ്പേസ് 2013 ശ്യാം റജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേട്ടനുണ്ട്, വളരെ ഫാമിലി ആയിട്ട്. അല്ല, പലരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഈ സോഷ്യൽ അനലിസ്റ്റ്, ഇത് എന്താണ് സോഷ്യൽ അനലിസ്റ്റ്, ആരാണ് ഇവൾ, എവിടുന്ന് വന്നാണെന്നൊക്കെ. ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ ഇതേ സ്പേസിൽ തന്നെ ഉള്ള ഒരാളാണ്. എൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എല്ലാ സ്പേസിലും പുതിയ സൂട്ട് പോലെ എനിക്ക് എൻ്റെ ഫേസ് മാറാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻ്റെ സ്പേസിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഡസൻ മാറ്റർ ഇത്ര കാലമായിട്ട് എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. അബ്യൂസുകൾ എന്നൊക്കെ പറഞ്ഞാൽ കണക്കൊന്നും പറ്റത്തില്ല. കാരണം കയ്യിലൊന്നും അല്ലെ ഒരു ബുക്കൊക്കെ ഇരുന്ന 100 പേജിന്റെ ഡയറി തീർന്നു, 100 പേജിന്റെ തീർന്നു, അടുത്തെടുക്കും. ആ മൂടാണ്. ഇത്ര ഉണ്ടാകും. ഇറങ്ങി നടക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എവിടുന്നെങ്കിലും തട്ടുമ്പോഴും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന് ഞാൻ എങ്ങനെ അവനെ കാണുന്നെന്ന് മനസ്സിലാക്കണം. അവൻ തട്ടുന്നതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും അയ്യോ പുരുഷൻ തട്ടി അവന് അസുഖം ഉണ്ടായി അങ്ങനെയല്ല. ഞാൻ വിചാരിക്കും ഇവൻ എന്തൊരു മണ്ടനാണ് ഈ ചെയ്തിട്ട് പോയിട്ട്, ഇവനെ എന്ത് കിട്ടി, ഇവനെ ഞാൻ എങ്ങനെ ബഹുമാനിക്കും, ഇവനെ ഞാൻ ഇനി എങ്ങനെ നോക്കും. വലിയ വലിയ ഫേമസ് സ്പേസുകളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അപ്രോച്ച് ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ഞാൻ എന്നെ അങ്ങനെ തട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്ന്, ടു റീകൺഫേം ഇറ്റ്. അപ്പൊ ഞാൻ പറയും എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേട്ടാ, ഏത് ശരീരഭാഗത്തിൽ നിങ്ങൾ തട്ടിയാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങളുടെ തലച്ചോറിൽ അതുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്കും എനിക്കും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്കും എനിക്കും അതാണ് കോൺഷ്യസ് ആവേണ്ടത്. എൻ്റെ ശരീരത്തെ ഞാൻ ബഹുമാനിക്കുന്ന ഒരേ രീതിയിലാണ് എല്ലാ ശരീരഭാഗത്തെയും. മെഗനെ ഞാൻ നോക്കും, മെഗൻ്റെ ശരീരഭാഗം മെഗ നടന്നു പോകുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യില്ല, ഞാൻ നോക്കും, ഞാൻ കാണും, ഞാൻ എൻജോയ് ചെയ്യും. അയ്യോ നല്ല ഭംഗി, നല്ല ഫിഗറുള്ള പെൺകുട്ടി, നല്ല സുന്ദരി. ഞാൻ കണ്ടപ്പോഴേ ഞാൻ എല്ലാവരും വിളിച്ചു നല്ല സുന്ദരിയായ പെൺകുട്ടിയാണെന്ന് വിളിച്ചേക്കുന്നത്. ഞാൻ പോവാണ് ആൾക്കാരെ, ഓക്കെ ഗൈസ് ഞാൻ ബൈ പോവാൻ. അവരോട് എല്ലാവരും ചോദിച്ചാൽ സുന്ദരിയായ പെൺകുട്ടി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതാരാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു ഓടോ ഭയങ്കര സുന്ദരിയായ പെൺകുട്ടി, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ സൗന്ദര്യം എൻജോയ് ചെയ്യാറുണ്ട്. ശരീരഘടന മനുഷ്യന്മാർ നന്നായിട്ട് നടക്കും, പുരുഷന്മാർ നല്ല രീതിയിലോ അവൻ നന്നായിട്ട് ബോഡി സെറ്റ് ചെയ്ത് കേട്ടോ, നല്ല ബാക്ക് അവൻ്റെ, അല്ലെങ്കിൽ നല്ല ബാക്കുള്ള ഇങ്ങനൊക്കെ പറയാറുണ്ട്. അതിന്റെ അർത്ഥം അവര് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നല്ലൊരു പോയി പിടിക്കാനുള്ള നല്ലൊരു പൂവ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ പറിക്കണം നിർബന്ധമൊന്നുമില്ല. വഴി ഇങ്ങനെ പോകുമ്പോൾ ഒരു പൂ കണ്ടു അത് പറഞ്ഞിട്ട് പോയി. ചില സമയത്ത് ആ പൂ നമ്മുടെ ഗാർഡനിലുള്ളതായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യായിരിക്കും. അതിന്റെ പാർട്ട്ണർ ആയിരിക്കും, അനിയനായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള അവനോട് അടി ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം. എന്നാലും ഞങ്ങൾ ഫിസിക്കലി പോലും അങ്ങനെയുള്ള ഒരു വലിയ ഫൈറ്റിനൊന്നും പോവാത്ത ആൾക്കാരാണ്. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല എൻ്റെ ജീവിതം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്താണ്. എനിക്കിങ്ങനെ കുഴിയിലോട്ട് വീണ്ടും പോയിട്ട് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുക 70കളിലൊക്കെ മൈക്രോ മിനി റാം ഷോ നടന്നുകൊണ്ടിരുന്നതാണ് കൊച്ചി, മറ്റേ തിരുവനന്തപുരം മറ്റേ ഇതിൽ കനകുന്നില്. ഇപ്പോൾ റാം ഷോ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എക്സ്പ്ലനേഷൻ നടത്തേണ്ടി വരും നമ്മൾ. വേർ വി ആർ ഗോയിങ്. നമ്മുടെ കൾച്ചർ എന്ന് പറയുന്ന സാധനം മൊറാലിറ്റിയിലേക്ക് പോയി. കൾച്ചർ വേറെയാണ്, ഈ മൊറാലിറ്റി ഒക്കെ ഇങ്ങനെ പോകേണ്ടതല്ലേ. എനിക്ക് ഒറ്റ മൊറാലിറ്റി ഉള്ളൂ, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊറാലിറ്റി. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു സാധനത്തിലും വിശ്വസിക്കത്തില്ല. എന്നെ ആരും ഒന്നും അടിച്ചേപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മതമല്ല, ഞാൻ ജനിച്ചു വളർന്നൊരു സ്പേസിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ നിന്ന് എനിക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് മേഘ. ഞാൻ അതിനകത്ത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഭാഷ, എൻ്റെ രീതികൾ, എൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മുമായിട്ടിട്ട് പ്രസവ സമയത്തൊക്കെ ആരുമില്ല, വീട്ടുകാർക്കൊക്കെ ഡൗട്ടേ ഇങ്ങനെ ആയിരുന്നല്ലോ. വീട്ടുകാർക്കൊക്കെ ഞാൻ ഫെമിനിസ്റ്റ് ആയിരുന്നല്ലോ, അങ്ങനെ ഭയങ്കര എതിരായിരുന്നു. അവരെല്ലാം എന്നെ പുറത്താക്കിയതാണ് വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് എന്നെ പുറത്താക്കിയിട്ട്. സംഭവം ഇവര് തെറ്റല്ല, അവർ പാവ മനുഷ്യന്മാരാണ്. അവര് വിശ്വസിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് ഇനി ഇവള് റോങ് വഴിയാണോ പോകുന്നത്, നാട്ടുകാർ മുഴുവൻ കുറ്റം പറയുന്നു, ഞങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കും, അവർക്ക് അറിയില്ല ഇതിനെ ഡീൽ ചെയ്യാൻ. അവരുടെ നിഷ്കളങ്കമായ അവസ്ഥ കൊണ്ടാണ് അവർ തള്ളി. ഇന്നും പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എന്നോടുള്ളൊരു ബഹുമാനമോ സ്പേസോ അവരെന്നെ ഒരിക്കലും തള്ളിക്കളഞ്ഞ സ്പേസുകളും നാട്ടുകാരങ്ങനെയാണ് കേട്ടോ. എനിക്ക് എത്ര ഫുഡ് തന്നേക്കുന്ന അമ്മുവിൻ്റെ ഒരു പ്രസവ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്ന എൻ്റെ നാട്ടുകാരൊക്കെയാണ്. എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. ദർസ് നോ ഡൗട്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ചീത്ത എഴുതി വെച്ച ആൾക്കാർ വരെ ഉണ്ട്. ആ ചേട്ടനൊക്കെ മരിച്ചു പോയി പാവം, എന്നാലും അവർ വരെ ഉണ്ട്. പക്ഷെങ്കിൽ ഇൻ ടോട്ടാലിറ്റി ചിലപ്പം ഞാൻ രഹന ഫാത്തിമയുടെ ഇഷ്യൂ ആയപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. രഹന ഫാത്തിമയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാനിവിടെ ഷോർട്സ് ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. അപ്പം ചേച്ചി ഞാൻ ഷോർട്സ് ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കിണറിൻ്റെ സ്ലാബിൽ കയറി നിന്നിട്ട് കായ പൊട്ടിച്ച ചേച്ചിക്ക് കൊടുക്കുക, റംബൂട്ടാൻ പൊട്ടിച്ച ചേച്ചിക്ക് കൊടുത്തിരുന്നപ്പോൾ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ ഷോർട്സ് ഇട്ട് മേലേക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, രഹന ഫാത്തിമ ഒരു ഷോർട്സ് ഇട്ട് അവിടെ ഇരുന്നപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. മോളെ ആദ്യം നിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിലേ മുതലേ അറിയാവല്ലോ.
അറിയത്തില്ല. ഞാൻ അപ്പൊ അറിയാവുന്നവർ ഷോർട്ട്സ് ഇട്ട് നടന്നാൽ പ്രശ്നമില്ല, അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുന്നത്. അത് മാത്രമല്ല, ശബരിമല അയ്യപ്പൻ്റെ ഒക്കെ എടുക്കാൻ പോയതല്ലേ. ഞാൻ പറഞ്ഞു ശരിയായിരിക്കും, ചിലപ്പം അതിനെ വ്രണപ്പെടുത്തിയത് കൊണ്ടായിരിക്കും. എന്നാലും എനിക്ക് ജട്ടി എടുത്ത് അല്ല, എനിക്ക് ഷോർട്സ് ഇട്ട് ഇവിടെ നടക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും തരുന്നുണ്ടല്ലോ. ഐ അപ്രീഷിയേറ്റ് ദം ബിക്കോസ് ദേ അറ്റ്ലീസ്റ്റ് ട്രൈ ടു അക്കോമഡേറ്റ് എന്തോ എന്നെ ഒരിക്കലും തെള്ളിക്കളഞ്ഞിട്ടല്ല നീ ചീത്ത അവളെ അങ്ങനെയാണ് നീ അവളും എല്ലാം കണക്ക് അങ്ങനെയല്ല. ഞാൻ അവരെ ഒരിക്കലും തെറ്റ് പറയുന്ന ഒരാളോ അല്ല, അവർക്കെതിരെ ഒന്നും അല്ല, ഞാൻ ഒരാൾക്കെതിരെ ഒന്നുമല്ല. ഞാൻ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളോ എൻ്റെ സ്പേസുകളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മേഘയ്ക്കെതിരെയോ അല്ലെ രാഹുൽ ഈശ്വറിനെതിരെയോ നാളെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് മൈ ഏരിയ അറ്റ് ഓൾ. അവരോ ഇപ്പം മേഘനെ എടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് എന്താ, നമ്മൾ ഒരേ പേജിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നുണ്ട്, എന്തൊക്കെയോ സ്പേസുകളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വി സെൻസ് ഇറ്റ്, വി നോ ഇറ്റ്. അതുകൊണ്ടല്ല നമ്മൾ പറഞ്ഞു കൊടുത്ത് മേഘ നിനക്ക് അങ്ങനെ തോന്നില്ല, അല്ലെ നീ എന്നോട് അങ്ങനെ തോന്നില്ല, അങ്ങനെ ഇതിന് മുൻപ് 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത് മ്യൂച്വൽ സ്പോണ്ടേനിയസ്ലി നമുക്ക് ഉണ്ടാവുന്ന കണക്ഷൻസ് ആണ് ഇത്. വൈ ഒരു കോളിൽ തന്നെ എനിക്ക് തോന്നി ഓക്കെ ഫൈൻ, അപ്പം ഞാൻ എല്ലാവരും വളരെ സെൻസിബിൾ ആണെന്ന് തോന്നുന്നു, ഐ വോണ്ട് ഗോ, ദ ഗേൾ ഇസ് സെൻസിബിൾ ആൻഡ് ഷീ ഈസ് ഹാവിങ് എ ഗുഡ് ലാംഗ്വേജ്, ഇറ്റ്സ് ഗുഡ് ആൻഡ് ഐ വിൽ ഗോ. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ചാനൽ അതിന് ശേഷമാണ് എടുത്ത് നോക്കുന്നത് തന്നെ, അതുവരെ ഞാൻ അങ്ങനെ നോക്കിയില്ല. അപ്പോൾ എനിക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. ബിക്കോസ് ഇത് രാഹുൽ ഈശ്വറിന് എനിക്ക് ഒന്നും സത്യം പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ ഫാൻസിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതും. രാഹുൽ ഈശ്വറിന്റെ ഫാൻസിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ലവ് രാഹുൽ ഈശ്വർ ഓൾസോ. ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഞാൻ കൈരളി ചാനലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് വളരെ ഏർലി ഏജിലൊക്കെ ചേട്ടൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ പുള്ളിക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. മേഡം എന്നൊക്കെ എന്നെ വിളിച്ചു. ഞാൻ എന്നെയാണോ ഞാനാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, വിളിച്ചോളൂ യെസ്. അപ്പൊ ഒരുത്തവന്ന് അതിന്റെ അടി കമന്റ് അടിച്ചിരിക്കുന്നു, മേഡം ഇവളെയൊക്കെയോ. അപ്പൊ ഇനി ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഇനിയും ജെന്യുവൻ ആയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഓൺ ഓൾ ദിസ് തിങ്സ്. പക്ഷെ ആസിഫ്, എനിക്ക് രാഹുൽ ഈശ്വർ കുറച്ച് ലൈക്ക് നോയ്സ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് എന്നെ പുള്ളിക്കാരൻ വേറെ രീതിയിൽ ദ്രോഹിക്കുന്നില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പുള്ളി സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കും, ഇമീഡിയറ്റ് സൊല്യൂഷൻ പുള്ളി ഉണ്ടാക്കാൻ നോക്കും. കൺക്ലൂഷനിലേക്കും സൊല്യൂഷനിലേക്ക് എത്തുവാണ്. അതും എന്റെ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം എന്നുള്ള ഒരു പ്രൊപ്പഗൻഡ. ശരിയാണ്. ഞാൻ പഠിച്ചിട്ടാവുന്നത് എന്റെ ഫുൾ ഡാറ്റ ഉണ്ട്, പരിപാടികൾ മൊത്തം ഈ ഡാറ്റ നിങ്ങൾ എങ്ങനെ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ഡാറ്റ ഒക്കെ ഉണ്ട്, അവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. I'm saying no, I have my buddhi, I have my knowledge, I have my awareness. ഞാൻ അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ഒരു പാതയിൽ സഞ്ചരിക്കുന്ന അണിയല്ല ഞാൻ. നിങ്ങൾ പറയുന്ന സ്പേസിലേക്ക് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്, പക്ഷെ വിധേയത്വം ഇല്ല. ബഹുമാനവും വിധേയത്വം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എത്ര വലിയവനാണെങ്കിലും ഞാൻ നിന്നെ തുല്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ വലിയവനാണെന്നുള്ളതല്ല, പക്ഷെ നിന്നെ അങ്ങനെ കാണാനുള്ള ബോധം എനിക്കുണ്ട് ഒരു വലിയവനായിട്ട്. അത് എൻ്റെ വലിയ മനസ്സാണെന്ന് നീ ചിന്തിക്കണം. ഞാൻ നിന്നെ ബഹുമാനിക്കുന്നത് അത് നിന്റെ മാത്രം ഗുണം കൊണ്ടല്ല, എനിക്ക് നിന്നെ ബഹുമാനിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ്. അത് എൻ്റെ ഗുണമാണ്. ഐ വിൽ നെവർ സേ ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. അത് നീ എന്നെ ബഹുമാനിക്കുന്നതാണ് വഴി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പക്ഷക്കാരായിക്കോട്ടെ, ദീപക് പക്ഷക്കാരായിക്കോട്ടെ, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ഇത് പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആയിരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഫാക്ച്വൽ ആയിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകട്ടെ. അല്ലാതെ തെറി പറഞ്ഞും എയറിൽ കയറ്റിയെന്ന് പറഞ്ഞും ഒക്കെ ഡിഫെൻഡ് ചെയ്യാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരിയേറെ സമയമായി, ഇത്രയധികം സമയം നമുക്കിപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.